ജോയിച്ചേട്ടനെ ലൈവിലൂടെ പോയാൽ എല്ലാവരും ചോദിക്കുന്നത് റെട്രോനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ചിട്ട്? അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനെങ്കിൽ. കാർത്തിക് സുരാജിൻ്റെ കൂടെ 2ാമത്തെ പടത്തിലാണ്. മെയ് 1 റിലീസ്. വലിയ സിനിമ, അടിപൊളിയായിരിക്കും. ഡബിങ് എല്ലാം കഴിഞ്ഞു. സൂര്യയുടെ കംബാക്ക് ഇതിലാണോ? അതല്ല, ആ സിനിമ പുറത്ത് പറയാൻ പാടില്ല. അവിടെ തെങ്ങിരി തന്നെ ഒന്നും പറയരുതെന്ന് ഇവരുടെയൊക്കെ ഈ വലിയ സിനിമകളിലൊക്കെ എഴുതി ഒപ്പിടിയില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒന്നും പറയരുത്. കാരണം അവർ ഒഫീഷ്യലായിട്ട് അവരുടെ പേജിലൂടെ പറയാൻ പാടുള്ളൂ. ഞാൻ എന്തിനാണ് ഈ 1 റിലീസ് എന്നുള്ളത് പറഞ്ഞു, അതാണ്. പക്ഷെ ആ സിനിമയെ കുറിച്ചിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്ന സിനിമയായിരിക്കും അത്. കാർത്തിക് സുബ്രാജിന്റെ സിനിമ, സൂര്യ സാറിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും, നല്ല പടമായിരിക്കും. തഗ് ലൈഫിന്റെ ഷൂട്ട് കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു, ജൂൺ 5 അപ്പൊ അതിലെ ക്യാരക്ടർ എത്തരത്തിലുള്ള ഒരു കഥാപാത്രം? അത് തന്നെ സെയിം എഗ്രിമെന്റ്. പക്ഷേ മണി സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഡ്രീം ആണല്ലോ. അപ്പം അതിലേക്ക് കാസ്റ്റ് ചെയ്തത് ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു കേട്ടോ? ഭാഗ്യല്ലേ, അതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം. അവരുടെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റിയത്, വർക്ക് ചെയ്യാൻ പറ്റിയത്. ഈ കമൽ സാറിനോടൊപ്പം ഉള്ള കോമ്പിനേഷൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? സീൻ പറയണം? സീൻ വേണ്ട, അല്ലാതെ ബിഹൈൻഡ് ദ സീൻ. അല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള സൗഹൃദമാണ്. എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയത്, സംസാരിക്കാൻ പറ്റിയത്, ഇടപെടാൻ പറ്റിയത്, അഭിനയിക്കാൻ പറ്റിയതൊക്കെ വലിയ കാര്യങ്ങളാണ്. അത് സിനിമ റിലീസ് ചെയ്തിട്ട് പറയാം. സിംബുവിനോട് ചോദിച്ചോട്ടെ, അതേപോലെ ഇപ്പം പണി OTT-ൽ റിലീസായി, ഗംഭീര അഭിപ്രായം എല്ലാവരും പറഞ്ഞു. എനിക്ക് എന്നുവെച്ചാൽ ഞാൻ ഇരിക്കുന്നത് നാരായണീൻ്റെ മക്കളുടെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയെ കുറിച്ച് തന്നെ സംസാരിക്കാം. കാരണം അല്ലെങ്കിൽ ഞാൻ ഇവരെല്ലാവരും അതിനു വേണ്ടി വന്നതുകൊണ്ട് പണി അല്ല, ഇപ്പം കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതായത് പണി ഇറങ്ങിയപ്പോൾ ഒരു നിരൂപകൻ ഈ പറയുന്ന പോലെ അതിലൊരു പർട്ടിക്കുലർ സീനിനെ മാത്രം എടുത്തു വെച്ച് ഡയറക്ടർ സാർ ഇപ്പോൾ